ചേച്ചി, ഇതാ നിങ്ങളെ പപ്പായ. മതി മതി. രാവിലെ നിങ്ങൾ അലോവേര ജ്യൂസ് കുടിച്ചില്ലേ? പിന്നെ അരി ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. പിന്നെ ചേച്ചി, ഞാൻ വൈകിട്ട് വരാം, ഇപ്പൊ പോവാ. വേഗം വരണം കേട്ടല്ലോ. ഞാൻ നിന്നോട് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നില്ലേ? ഇത്തിരി സമയം എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. മരുന്നൊക്കെ സമയത്ത് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? പാരമ്പര്യമായിട്ടുള്ള പ്രശ്നമാണ്. എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ റൂബണ്ണൻ്റെ രേണുവിൻ്റെയും ആനിവേഴ്സറി ആണ്. വേഗം വരണം. ഞാൻ പുറത്തു പോയിട്ട് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരാം. ഞാൻ ഒരു കാറ് പറഞ്ഞു വിടട്ടെ? അതൊന്നും വേണ്ട. എനിവേ ഞാൻ ഇറങ്ങാം.
നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയണം? ഞാൻ വീട്ടിലുള്ളപ്പോൾ എനിക്ക് കോൾ ചെയ്യലെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഓഫീസിലേക്കല്ലേ വരുന്നത്. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഒരു തവണ ഫോണെടുത്ത് പറഞ്ഞൂടെ നിങ്ങൾക്ക്? എല്ലാവരും വിഡ്ഢികളെ തന്നെയാ. അവൾക്കിത് അറിയില്ല അല്ലേ? ശരി വിട്, ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല. This is not what I want here. You don't get it as well. ആദ്യം തൊട്ടെല്ലാം അറിഞ്ഞിട്ടല്ലേ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്? Then why now? ഒന്നിച്ച് ജീവിക്കാനോ? സത്യമായിട്ടും നിന്റെ ജീവിതം നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇൻക്രിമെന്റും പ്രൊമോഷനും ഇപ്പൊ കിട്ടാൻ പോകുന്നു. നീ ഇങ്ങനെ ദേഷിച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും? ഒരു ഓഫീസ് ട്രിപ്പ് പോയാലോ? ട്രിപ്പിന് ഞാൻ വരുമില്ലെന്ന് നോക്കാലോ. ഇൻക്രിമെന്റും പ്രൊമോഷനും നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റീസും കുറച്ച് അധികമാണ്. അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും എൻ്റെ ജോലി നോക്കട്ടെ. ആണ് നമുക്ക് പോയാലോ? ആക്ച്വലി ഇത് ഡ്യൂട്ടി ഫ്രീയിൽ നിന്നാ വാങ്ങിട്ട് വന്നേ. ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് വീട്ടിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. ഫാമിലി കാര്യമല്ലേ, എല്ലാം അറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക്. നിങ്ങൾ ടെൻഷൻ ആവാതെ, ഞാനിവിടെ ഉണ്ടല്ലോ. ഓക്കെ ഞാൻ പോയിട്ട് വരാം. ചേട്ടത്തി, ഈ ചെയിന് ചേട്ടനാണോ വാങ്ങിച്ചത്? വളരെ ഭംഗിയിട്ടുണ്ട് കേട്ടോ. അങ്ങേരുടെ കയ്യിൽ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ചെലവ് ചെയ്യില്ലായിരിക്കും അല്ലേ? അനാവശ്യ ചെലവൊക്കെ ഒഴിവാക്കുമായിരിക്കും. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ മകനോട് ചോദിച്ചാ മതി. അവൻ അമേരിക്കയിൽ നിന്ന് അയച്ചു വെക്കും. എന്റെ മകനെ പോലെ ആരും തന്നെ ഉണ്ടാവില്ല. വളരെ വളരെ നല്ല പയ്യനാ. അല്ല ചേട്ടത്തി, നമ്മുടെ തുക്കായി എവിടെ? വന്നപ്പോ മുതൽ കാണാനേ ഇല്ലല്ലോ. നിങ്ങളെല്ലാരും പുറപ്പെട്. പൊക്കോളനെ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി, ആ ഭാഗത്തേക്ക് ആരും പോയേക്കരുത്. വേറെ വഴിക്ക് വേണം പോകാൻ. ആ റോഡിൽ എപ്പോഴും ആൾ സഞ്ചാരം ഉണ്ടായിരിക്കും. ഏത് വഴിയാണ് അമ്മേ? ആരാ അവിടെയുള്ള? അമ്മയ്ക്ക് പ്രാന്ത് കൂടി കൂടി വരിക. ഹേയ്, നിനക്കെന്താ വീടില്ലാഞ്ഞിട്ടാണോ? വീട്ടിലേക്ക് പോ. അമ്മേ, ഭർത്താവിനെ വിട്ടിട്ട് ഇവിടെ വന്ന് സംസാരിച്ചിരിക്കുക. പോകാനെ പറഞ്ഞേ. അമ്മേ, ഇതെന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ? അമ്മേ, ദേവർജിയും രേണുവും ഈ വീട്ടിലേക്ക് വന്ന ശേഷം കോളേജ് സ്ട്രീറ്റിലുള്ള വീടിനെ തന്നെ മറന്നെന്ന് തോന്നുന്നു. മൂത്ത മകൻ ഈ വീട് ഉപേക്ഷിക്കില്ല. എനിക്കും ഇഷ്ടമാണ് ഇവിടെ. വരൂന്നേ, കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം വന്നിരിക്കമ്മേ. കഴിഞ്ഞ തവണ വന്നപ്പോ എന്റെ വളകളൊക്കെ ഊരി മേടിച്ചു പറഞ്ഞയച്ചു. അമ്മേ,
ഇത്തവണ നിനക്ക് എന്താ വേണ്ടത്? അമ്മ എന്താ ഈ പറയുന്നത്? ശരിക്കും അമ്മയ്ക്ക് ഭ്രാന്താണോ? ആന്റി ആന്റി വരും, നമുക്ക് കഴിക്കാം. വരൂ അതെ, ആന്റി. ഒരുപാട് വരൂ, പോകാം. വൈകി പോകാം. ഇന്ന് എന്താ ഉണ്ടാക്കിയിരിക്കുന്നേ? ഞാൻ മട്ടൻ ഉണ്ടാക്കി മട്ടൻ വെച്ചിട്ടുണ്ട്. കഴിക്കാറില്ല. മട്ടൻ കഴിച്ചാൽ ദിവസവും രാവിലെ എനിക്ക് പ്രശ്നം. അതൊന്നും ഒന്നും ആവില്ല. ഞാൻ ഒരേ ഒരു പീസ് ആന്റി എന്റെ കൂടെ വരുമോ? പീസ്. ആ ശരി. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഹാ, ടുക്കായ്, ടുക്കായ്, എപ്പോഴും ഇത് കാതിൽ വെച്ചോണ്ടിരിക്കുകയാണല്ലോ നീ. വീട്ടിലൊരു സെലിബ്രേഷൻ അല്ലേ, എത്ര പേര് വന്നിട്ടുണ്ടെന്ന് കണ്ടോ? എത്ര നാൾ കഴിഞ്ഞ അച്ഛൻ വന്നിരിക്കുന്നേ, നീ ഒന്ന് വന്ന് കണ്ടേ. എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? നിങ്ങൾ ഓരോ തവണ വരുമ്പോഴും എനിക്ക് ദേഷ്യം പിടിക്കുക. ഇപ്പൊ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ, അദ്ദേഹം വീട്ടിൽ തന്നെയല്ലേ ഇരിക്കാൻ പോകുന്നേ. വീട്ടിൽ എത്ര സ്വന്തക്കാരാ വന്നേക്കുന്നേ, എല്ലാരും നിന്നെ കാണണമെന്നാ പറയുന്നേ. വല്യമ്മ വന്നിട്ടുണ്ട്, എല്ലാരും നിന്നെ കാണണമെന്നാ പറയുന്നേ. വാ, ഞാൻ പ്രശ്നപ്പെട്ടു. പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് വരാൻ ഇഷ്ടമല്ല, എനിക്ക് സുഖമില്ല. പ്ലീസ് ലീവ് മീ അലോൺ. നിന്നെ കാണണമെന്ന് പറയുന്നവരടുത്ത് ഞാൻ എന്താ പറയാൻ പോവാ? എന്റെ നല്ല കുട്ടിയല്ലേ, വാ. എനിക്ക് എന്തിനാ അമ്മേ ഇങ്ങനെ ചെയ്യുന്നേ? ശരി, ഞാൻ വരാം, നിങ്ങൾ പോയിക്കോ. എന്റെ ചക്കരയല്ലേ. ശരി, വാ. ഏയ് രേണു, അമ്മ ബാബിയുടെ അടുത്ത് എന്താ പറഞ്ഞേ? ഞാൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി. എന്നെ നോക്കി അവർ എങ്ങനെയാ അങ്ങനെ സംസാരിക്കുക? നിന്റെ അമ്മ അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ. നിങ്ങൾക്ക് അറിയാലോ, അവര് പറയുന്നതിൽ എനിക്ക് പകുതി മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടെ സ്പീച്ച് എടുത്തോ. അമ്മയുണ്ടല്ലോ, ദിവസം ചെല്ലുന്നതോറും കൂടുതൽ ഭ്രാന്തായിക്കൊണ്ടിരിക്കുക. ആണ്, നിനക്കൊരു റൗണ്ട് കൂടി വേണോ? ദിസ് ഈസ് ഇനഫ്. നിങ്ങൾ നിറയെ കുടിച്ചു, ഇതോടെ നിർത്തിക്കോ. എന്തൊക്കെയോ എനിക്ക് പറഞ്ഞോണ്ടിരിക്കുന്നു. അത്ര തലക്കി പിടിച്ചിട്ടൊന്നുമില്ല. ബെയിലേമ്മേ. ആ, ഞാൻ പോയിട്ട് വരാം. അല്ല, ഇത്രയും നേരം എവിടെയായിരുന്നു? വിശക്കുന്നുണ്ടോ? കഴിക്കേ. ഇല്ല, വേണ്ട വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് സ്വീറ്റ്സ് എങ്കിലും കഴിക്കേ. സുഖമാണോ? സോ ഫാർ സോ ഗുഡ്. കണ്ടിട്ട് കുറെ നാളായല്ലോ. കോളേജ് എങ്ങനെ പോന്നു? ഓൾ ഗുഡ്. ഗ്രേറ്റ്. ഓ, കാര്യങ്ങളൊന്നും പറയണ്ട. ബെഡ്റൂമിന്റെ വാതിൽ അടച്ചാ പിന്നെ ദിവസം മുഴുവൻ എന്താ ചെയ്യുന്നതെന്നേ അറിയില്ല. ഉറപ്പായിട്ട് ഒരു ഭ്രാന്ത് തന്നെയാ. ഇപ്പൊ മുഴുവൻ ഭ്രാന്തായെന്നാ തോന്നുന്നത്. എനിവേ, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഞാൻ പോയിട്ട് വരാം. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ ഫോണിൽ സംസാരിച്ചിട്ട് വരാം. എന്താ നീ ഒന്നും മിണ്ടാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉറപ്പായിട്ട് റിയ ആയിരിക്കും വിളിച്ചത്. ഇല്ലെങ്കിൽ എന്തിനാ എണീറ്റ് പോകുന്നേ? ഒരുപാട് വ്യത്യസ്തമായിട്ടുണ്ട്. രണ്ടുപേരും എന്തായി സംസാരിച്ചോണ്ടിരിക്കുന്നത്? കുറച്ച് ചിക്കൻ ഇങ്ങോട്ട് വിളമ്പിയേ. ആ ബൗളിംഗ് എടുത്തേ. ആ, ഓഫീസ് ട്രിപ്പിന് നിങ്ങൾ എപ്പോഴാ പോകുന്നേ? ഇനിയൊരു 2-3 ദിവസത്തില്. നിങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഒരു തവണ നമുക്ക് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്താലോ? IVF-നെ പറ്റി നമ്മൾ രണ്ടുപേരും സംസാരിച്ചിട്ടുള്ളതല്ലേ? യു ആർ ഹൈലി അനിമിക്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മെന്റലി ഇനിയും കുറച്ചും കൂടെ ഫിറ്റ് ആവാനുണ്ട്. ഡോക്ടറും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങൾ ചെക്കപ്പ് ചെയ്തോ? ഞാൻ എന്താ എടുത്തിട്ട് വരേണ്ടത്? നീ എന്താ നിന്റെ നോക്കാത്തത്? ഡോണ്ട് കൺഫൈൻ യുവർ സെൽഫ്. There are many things than baby. നിന്നെ നീ തന്നെയാണ് നോക്കേണ്ടത്. നീ വീണ്ടും ഡാൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നീ ഒന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്ക്. വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും പുറത്തു പോകാറുണ്ടോ?
അയ്യോ ചേച്ചി ചേച്ചി നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? മിസ്സിസ് റോയിന്റെ ഫ്ലാറ്റിലേക്ക് അവര് 5th ഫ്ലോർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും വരും ഞാൻ. ശരി ചേച്ചി, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എൻട്രി ചെയ്തിട്ട് വരാം. ചേട്ടാ, നിങ്ങൾ പുതിയതാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ശരി, എഴുതിക്കോ. ശരി, നിങ്ങളുടെ പേരെന്താ? ഡോളിന്ന് എഴുതിക്കോ. ഡോളി ബാഗടി. ബാഗ്ഡി. ലൊക്കേഷൻ? മാണിക്യം സ്ട്രീറ്റ്. നമ്പറും എഴുതിക്കോ. 9434362772. ഇനി ഞാൻ പോട്ടെ. പർപ്പസ്? ഞാൻ റൂപ് കെയറിന്റെ സെയിൽസ് ഗേളാ. പ്രോഡക്റ്റ് വിൽക്കാൻ വന്നതാ. ചേച്ചി, നിങ്ങൾക്ക് അകത്ത് പോകാൻ പറ്റില്ല. സെയിൽസ് ഗേൾസിന് ഇവിടെ അലോഡല്ല. ഒന്ന് നിൽക്ക്, ഞാൻ പോയി പെർമിഷൻ വാങ്ങിയിട്ട് എന്റെ വരാം. ഈശ്വരാ, എന്താ ചെയ്യുന്നതെന്നോ? ഞാൻ എന്താ കക്കാൻ വന്നതാണോ ഇവിടെ? നിങ്ങൾ തീർച്ചയായും പുതിയതായി വന്നെങ്കിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. ഈ ബിൽഡിംഗിൽ ആരാ ഉള്ളത്, ആരാ വരുന്നത്, ആരാ പോകുന്നതെന്നൊക്കെ. അല്ലാതെ എങ്ങനെയല്ല വേണ്ടത്. നോക്ക് മീനു, അകത്തേക്ക് വിടുന്നില്ലെന്നേ. ഇവര് നേരെ അകത്തോട്ട് വരാൻ നോക്കിയതാ. നിങ്ങൾക്ക് ഡോളി ചേച്ചി അറിയില്ലേ? മിസ്സിസ് റോയിന്റെ ഫോൺ റീച്ച് ആവുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നോക്ക്, ഈ ഡോളി ചേച്ചി കോംപ്ലക്സിൽ ഒരുപാട് വർഷമായിട്ട് വന്നോണ്ടിരിക്കുന്നയാ. ഡോളി ചേച്ചി എന്റെ കൂടെ വന്നേ. കേട്ടല്ലോ, ഇനി ഞാൻ പോട്ടെ. ഹേയ്, ഇത് നോക്ക് മീനു, നീ ഒരുപാട് കാലായി ജോലി നോക്കുന്ന ആ വീടില്ലേ, അവിടെ നീ എന്നെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞല്ലോ. എപ്പോഴാ ചെയ്യാ? പോകാം, എന്ന് നമുക്ക് നേരം കിട്ടും അന്ന് നമുക്ക് പോകാം. ഇപ്പൊ നിങ്ങൾ അകത്തേക്ക് പോ. ഏ ടുക്കായ്, ഇപ്പോഴും ഉറങ്ങുവാണോ? അച്ഛൻ പോവാ. ഈ റൂമിന് എന്ത് നാശാക്കി വെച്ചേക്കോ നീ. ഏ ടുക്കായ്, എണീക്ക്, അച്ഛൻ പോവാ, നീ പോയി കാണ്. ഏ ടുക്കായ്, എണീക്ക്. നീ വീണ്ടും ആരംഭിച്ചല്ലേ? ടുക്കായ്, എണീക്ക്. എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു. തലവേദന എടുക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? നീ എന്റെ അടുത്ത് പ്രോമിസ് ചെയ്തതല്ലേ? അച്ഛൻ ഇത് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അത് മതി. മിണ്ടാതെ ഇവിടുന്ന് പുറത്ത് പോവാനാ പറഞ്ഞേ. രാവിലെ തന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് പോവാനാ പറഞ്ഞേ. നോക്ക് മോനെ, ഈ നഴ്സ് ശരിക്ക് ജോലി ചെയ്യുന്നില്ല. ഇവളെ മാറ്റുന്നതാ നല്ലത്. പറയുന്നത് കേക്ക്. വിശ്വസിക്കാൻ വയ്യ, സാധനങ്ങളൊക്കെ മോഷ്ടിക്കുക. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. എന്താ മിണ്ടാതിരിക്കുന്നേ? ഞാൻ ബാത്റൂം ഒന്നും അഴുക്കാക്കില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഇതെല്ലാം അവള് ചെയ്തിട്ട് എന്റെ മേല് പഴിചാരുക. നീ ഇവളോട് പോകാൻ പറ, എന്നിട്ട് വേറെ ഒരുത്തിയെ ഇവിടെ കൊണ്ടുവന്നാക്ക്. അമ്മേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും എത്ര നേഴ്സിനെയാ മാറ്റേണ്ടത്? സാർ, ഇപ്പം മനസ്സിലായോ എന്റെ കഷ്ടപ്പാട്? ഭക്ഷണം കഴിക്കുന്നതിന് ലിമിറ്റേ ഇല്ല. ഞാനും എത്രയാ മിണ്ടാതിരിക്കുന്നത്? ഇവർ ഓരോ പ്രാവശ്യവും ബാത്റൂം വൃത്തികേടാക്കിട്ട് എന്നെ പറഞ്ഞോണ്ടിരിക്കും. മിണ്ടാതിരിക്കെ, മിണ്ടി പോരുത്. ഞാനാണോ വൃത്തികേടാക്കുന്നേ? ഞാൻ ഓരോ തവണ ബാത്റൂമിൽ പോകുമ്പോഴും നല്ലോണം വെള്ളം ഒഴിച്ചിട്ടാ വരുന്നേ, അറിയാവോ? ഇവളെ വൃത്തികേടാക്കുന്നേ. ഇവളങ്ങനെ ചെയ്തിട്ട് എന്റെ മേൽ പഴിചാരുക. ഞാൻ എന്ത് ചെയ്യാനാ? ആന്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സാറിനോട് എങ്ങനെ നേരിട്ട് പറയാൻ പറ്റുന്നേ? അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കില്ലെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വയസ്സാവല്ലേ, നിനക്കത് അറിയില്ലേ? നീ പറഞ്ഞത് ശരിയാ, കറക്റ്റ്, ശരിയാ, പറഞ്ഞത് വളരെ ശരിയാ. ഇവള് തന്നെയാ ഈ ബാത്റൂം യൂസ് ചെയ്ത് നാശമാക്കുന്നത്. വെറുതെ ഇവള് എന്നെ കുറ്റം പറയാ. സമാധാനായിട്ട് ഇരിക്കി. പോയി അരി വെന്തോ നോക്കിട്ട് അത് വടിക്ക് പോ. മര്യാദക്ക് അതിൽ ഉപ്പിട്ടോണം. അമ്മേ, നിങ്ങളത് വിടാനാ പറഞ്ഞേ. ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം, ഓക്കെ? മോനെ, അച്ഛനെ തൊഴുതിട്ട് പോ മോനെ. ആരോഗ്യം നല്ലോണം നോക്കണം, ഓക്കെ? പറയുന്നത് കേക്ക് മോനെ. ആ വഴിക്ക് നീ പോയേക്കരുത് കേട്ടോ മോനെ. വേറെ ഒരു വഴിയില്ലേ, അതിലേ കൂടെ പോയാ മതി. അല്ലല്ല, ഞാൻ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും. എനിക്കറിയാം. നീ അമ്മയെ വിട്ടിട്ട് പോകല്ലേ, ഇവിടെ ഇരിക്ക്. നിങ്ങൾ സമാധാനമായിട്ട് റെസ്റ്റ് എടുക്ക്. ഞാൻ പിന്നെ നിങ്ങളെ വിളിക്കാം. വന്ന് 2 ദിവസത്തിന് മുന്നേ പോവാ. ഇതിനുശേഷം ഞാൻ ഈ വീട്ടില് വീണ്ടും തന്നെ ഇരിക്കണം. ടുക്കായുടെ റൂമിൽ നിന്നാണോ വരുന്നേ? എത്ര നാളെന്ന് വെച്ചാ മകനെന്നും പറഞ്ഞ് നടക്കുക. നിന്നെ നീ കുറച്ച് ശ്രദ്ധിക്കണം. അടുത്ത തവണ പോകുമ്പോ നീയും എന്റെ കൂടെ വരണം. നീ വേറൊന്നും സംസാരിക്കണ്ട. അമ്മയെ കൊണ്ടുപോയിട്ട് ചേട്ടന്റെ വീട്ടിൽ നിർത്താം. വാ. യെസ് സർ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാം. യാ, ഇത് ഓക്കെ അല്ലേ സർ? ഓക്കെ, യാ. എല്ലാ പ്രോജക്റ്റും നല്ലവണ്ണം പോകുന്നുണ്ടല്ലോ അല്ലേ? ഹായ് റിയ. ഹായ്. ദിസ് ഈസ് രോഹിത്. He will be joining us from today. He have an impressive CV, I must say. Yes. And he will be your reporting boss from today. Rohit Ganguly? Yes.
2010 Xavier's batch. Right. Football team captain. Yes. Oh my gosh, small world. You know Anna? He had a better and impressive profile in college as well. Wow. Ria, 2013 batch. Ria, hi. Hi. Hi, Ria. So glad to meet you. Same here. കോളേജ് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായില്ലേ, യു നോ. ബട്ട് ഐ ലുക്ക് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യു. Same here, ഞാനും അതെ. Well, Mr. Mukherjee is waiting for you, Mr. Rohit. Come, let's go and catch him. ഓ റൈറ്റ് റൈറ്റ്. See you ഞാൻ ഈ later. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം വരാം. ആൻഡ് ദെൻ മേ ബി വി ക്യാൻ ഗ്രാബ് എ കോഫി ആൻഡ് ഡിസ്കസ് ദി ന്യൂ പ്രോജക്ട്സ്. Sure. ഓക്കെ, Bye. ബൈ. Bye. So Ria is reporting to you as well? Yeah. Oh, we should sit and discuss the project. Yeah, you are right. നിങ്ങൾക്ക് ഫോൺ വരുന്നുണ്ട്, നോക്ക്. റിയ, നിന്നോട് അവസാനമായിട്ട് പറയാ, ഇതിന് ശേഷം ഒരു കോള് പോലും എനിക്ക് വരാൻ പാടില്ല. എല്ലാത്തിനും നേരവും കാലവും ഒക്കെ ഉണ്ട്, മനസ്സിലായോ? ഈ ചെറിയ കാര്യം പോലും നിനക്ക് മനസ്സിലാവത്തില്ലേ? എന്റെ ദൈവമേ, ഇത്രയ്ക്ക് ദേഷ്യോ നിനക്ക്? അത് ശരി, ഈ രാത്രി നീ എന്ത് പണി ചെയ്തോണ്ടിരിക്കുക? രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലേ കിടന്നോണ്ടിരിക്കുന്നേ? പിന്നെന്താ, അതിലെന്താ പ്രശ്നമുള്ളത്? Why are you getting so hyper, Mr. Singh Gupta? Just shut up. Okay, I get this now. Rohit, right? നീ തലയ്ക്ക് പിടിച്ചിട്ട് സംസാരിക്കുക. എന്തായാലും രാവിലെ സംസാരിക്കാം. ഹലോ. ഇപ്പൊ ഞാൻ പേരെഴുതണോ? സാരമില്ല, നിങ്ങൾ പോയിക്കോ. അല്ല, പേരെഴുതിയാലല്ലേ അകത്തേക്ക് വിടൂ. എഴുതിക്കോളൂ. കാരണം ഞാനിന്ന് റോയിയുടെ വീട്ടിലേക്കല്ല പോകുന്നത്, മിസ്സിസ് മൽഹോത്രയുടെ വീട്ടിലേക്കാ പോകുന്നത്. അവരെ വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചോളൂ, കാരണം ഇന്ന് അവരുടെ ബർത്ത്ഡേ ആണ്. ശരി, ഒരു പ്രശ്നമില്ലെന്നേ. നിങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതല്ലേ, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഓക്കെ ഡിയർ. ഡോളി ചേച്ചി, എപ്പോഴാ മഴ പെയ്യാന്ന് അറിയില്ല അല്ലേ? അതെ, ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇപ്പൊ നിങ്ങൾക്ക് ഗേറ്റിൽ ഒരു പ്രോബ്ലം ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, എല്ലാം ഓക്കെയാണ്. ഡോളി ബാഗ്ഡി ഒന്നും അങ്ങനത്തെ ആളല്ലല്ലോ. അവള് കമ്പനിയിലെ സെയിൽസ് ഗേളാ. ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ മീനു, ആ അമ്മയില്ലേ മേഡം, അതെ നിന്റെ ചേട്ടത്തി. എപ്പോഴാ പോണ്ടേ? പോകാം. ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചോണ്ട് നമുക്ക് അവിടെ പോവാം കേട്ടോ. ഓക്കെ ശരി, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഞാൻ പോവാ. ടാറ്റാ. വൈകുന്നേരം നീ എന്നെ വിളിക്കണേ. ഓക്കെ.
ചേച്ചി ഞാൻ പോവാ. ഞാൻ വൈകിട്ട് വരാം. കഥ അടച്ചു ചേച്ചി. നിങ്ങൾ കുറെ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. ടുക്കാരുടെ അടുത്ത് മെയിൽ ചെയ്യാൻ പറയട്ടെ. ശരി, സമയത്തിന് മരുന്നൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ. ഞാൻ നൈറ്റ് വിളിക്കാം കേട്ടോ. ബൈ. എന്തു പറ്റി? ടീ കുടിക്ക്. എന്തിനാ ഇങ്ങനെ മുഖം വെച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന് മാത്രം അറിയാം. എന്തായാലും ഇനി ആ പെണ്ണും വീട്ടിലോട്ട് വരാൻ പോവാ. അർണവും അതുപോലെ തന്നെയാ. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. രേണു ചേച്ചി ഇതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ആ ചേച്ചി എന്താ കരുതി ഞാൻ മറക്കില്ലെന്നാണോ? അതിന് ചേച്ചി തന്നെ എല്ലാം പറഞ്ഞില്ലേ. ഇത്രയൊക്കെ നടന്നതിന് ശേഷം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണ്ടേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞുണ്ടാകണം. കുഞ്ഞ് ഇല്ലെങ്കിലും ടെൻഷൻ തന്നെയാ, ഉണ്ടെങ്കിലും ടെൻഷനാ. So, this is how we are implementing the plan. Please feel free to give suggestions. പിന്നെ റിയ, യു ആർ ഫ്രം ദ 2013 CBS ബാച്ച് റൈറ്റ്? Yeah. അപ്പൊ നിനക്ക് ശില്പി അറിയില്ലേ? ഓ, നിങ്ങൾ രണ്ടുപേരും കോളേജിലെ ലവ് ബേർഡ്സ് ആയിരുന്നില്ലേ? യെസ്. ഓക്കെ, ഇപ്പൊ അവൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഹൗ ഡു ഐ നോ? വി ബ്രോക്ക് അപ്പ് എ ലോങ് ടൈം ബാക്ക്. ആക്ച്വലി ആഫ്റ്റർ സേവിയേഴ്സ് ഐ ഹാവ് ബീൻ ട്രാവലിംഗ്. അതിനുശേഷം ഞാൻ അബ്രോഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. നൗ ഐ ആം ബാക്ക് ആൻഡ് ലുക്കിംഗ് ടു സെറ്റിൽ ഡൗൺ. ഓ, നിങ്ങളോട് എത്തിയായിരുന്നു. വെൽ രോഹിത്, കുഡ് യു പ്ലീസ് എക്സ്ക്യൂസ് us ഫോർ എ വൈൽ? ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നോ, ഇറ്റ്സ് പേഴ്സണൽ. Ria, I just wanted to... Before I forget, on this trip, Mr. Mukherjee will go with you, not Ria. In fact, Ria will stay here and help me with the new project. ഞാൻ എല്ലാവരുമായിട്ടും സംസാരിച്ചു. You can talk to everyone. Continue. നിങ്ങൾക്കൊരു കാര്യം അറിയാം ചേച്ചി, ഡോളി ചേച്ചിയുടെ റൂപ്പ് കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഈ ഏരിയയിലുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. നിങ്ങൾ പുറത്തൊന്നും പോകാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവരെ കൊണ്ടുവന്നത്. നമസ്കാരം, എന്റെ പേര് ഡോളി എന്നാ. ശ്രീരൂപ. നിങ്ങൾക്ക് യോജിച്ച പേരെന്നെ ഉള്ളത്. നിങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? എനിക്കിത്തിരി വെള്ളം കൊണ്ടുവന്നു തരുമോ? തണുത്ത വെള്ളം. പോയി വെള്ളം എടുത്തിട്ടോ. എന്തു ഭംഗിയുള്ള മുഖ നിങ്ങൾക്ക്. പക്ഷെ എന്താ ഇങ്ങനെ വിളറിയിരിക്കുന്നത്? അനീമിക്കാണോ? അതെ, ആക്ച്വലി ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ്. ഡോക്ടർ നിങ്ങൾക്ക് 3 നേരവും മരുന്ന് തന്നിട്ടുണ്ടാവുമല്ലോ. ഡെഫിനറ്റ്ലി. രാവിലെ, ഉച്ചയ്ക്ക്, പിന്നെ ആഫ്റ്റർ ഡിന്നർ. ഇത് നോക്ക്, എന്റെ കമ്പനിയിലെ പ്രോഡക്റ്റ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു. വെള്ളം കുടിക്കേ. ഇതാന്നേ ഓർഗാനിക് ഹീമോ. ജസ്റ്റ് 2 ആഴ്ച ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. എല്ലാ ക്ഷീണവും മാറും, ദേഹത്തിന് ഉന്മേഷം കിട്ടും. ഇത് എന്നെ നോക്ക്, ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യം കഴിക്കും. 50. എന്റെ പ്രായം 50 ആണ്. ഞാൻ ദിവസവും 5 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് എന്റെ ജോലി നോക്കുന്നത്. എനിക്കും വയസ്സായി. ഇത് എടുത്തോളൂന്നേ. ഡോക്ടർ തന്ന എല്ലാ മരുന്നും ഉപേക്ഷിച്ച് ഇതൊന്ന് കഴിച്ചു നോക്കൂ. ജസ്റ്റ് 2 വീക്സ്. എന്നെ വിശ്വസിക്കുന്നേ. പക്ഷെ ഡോളി, ഇത് വെച്ചിട്ട് ഞാൻ പൈസയെ പറ്റിയൊന്നും നിങ്ങൾ പേടിക്കണ്ടെന്നേ. ഞാൻ പിന്നീട് വന്ന് സാവധാനം വാങ്ങിക്കോളാം. എന്റെ ഡ്രസ് അയൺ ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ, ചെയ്തായിരുന്നോ? അതെനിക്ക് പാക്ക് ചെയ്യണം. നമസ്കാരം സർ.
ഐ മൈസെൽഫ് ഡോളി ബഗഡി. റൂപ് കെയർ കമ്പനിയിലെ സെയിൽസ് ഗേൾ ആണ്. നിങ്ങൾ റൂപ് കെയർ കമ്പനിയെ പറ്റി കേട്ടിട്ടില്ലേ? മീനുവാണ് ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് ഇറങ്ങാൻ സമയമായി. ആ നിങ്ങൾ ചെല്ലു മേഡം, സാറിനെ സഹായിക്കേ. ഞാൻ പിന്നൊരു ദിവസം നിങ്ങളെ വന്ന് കണ്ടോളാം. ആക്ച്വലി അദ്ദേഹം ഇന്ന് നാട്ടിലേക്ക് പോവാണ്. സാറിന് ഹാപ്പി ജേണി പറഞ്ഞ് വഴി അയക്കൂ. ശരി. എന്നാ ഞാൻ വരാം. ടാറ്റാ. 2 വീക്സ് ഇത് ട്രൈ ചെയ്തു നോക്കൂ. നാട്ടിലെത്തിയ ഉടനെ എന്നെ വിളിക്കണേ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴേക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യണേ. നിനക്ക് വേണമെങ്കിൽ നീയും വിളിച്ചോ. ഡോളി ഇന്ന് എന്നോട് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അത് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാലോ? മീനു പറഞ്ഞു അവരുടെ ഏരിയയിൽ ഒരുപാട് പേര് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. കുറെ പേർക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നല്ലതാണെങ്കിൽ ശ്രമിച്ചു നോക്ക്. പക്ഷെ എനിക്കതിൽ ഇഷ്ടമില്ല. നിന്നെ ഓൾറെഡി കുറെ പറ്റിച്ചതാണ്. ഒരു ബിസിനസ്സിന് വേണ്ടി മൊത്തത്തിൽ ഒരു 50,000 രൂപ നീ നശിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് ബോട്ടിക്കിൻ്റെ കാര്യത്തിൽ 2 ലക്ഷം രൂപ. ഒരു ചപ്പാത്തി കൂടി തരട്ടെ? വേണ്ട വേണ്ട. ഡോക്ടർ സെന്നിനോട് ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? അത് പിന്നെ നിങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരു പ്രാവശ്യം നമുക്ക് ഡോക്ടർ സെന്നിനെ പോയി കൺസൾട്ട് ചെയ്താലോ? പ്ലീസ്, ഈ ടോപ്പിക് അങ്ങ് വിട്ടേക്ക്. കുറെ ഡിസ്കസ് ചെയ്തതല്ലേ. ഗുഡ് മോർണിംഗ് ഡിയർ. ഗുഡ് മോർണിംഗ്. മീനു, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? വെള്ളം. ഇവിടെ ഇരിക്കേ. ഇൻസോമിയ? രാത്രി നീ ശരിക്കും ഉറങ്ങാറില്ലേ? നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട്. ഇത്രയും ഭംഗിയുള്ള മുഖത്തില് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നാ എങ്ങനെയാ? നിങ്ങൾക്ക് ഇത് ഇഷ്ടാണോ? ഇതിന് എന്റെ കയ്യിലൊരു സൂത്രമുണ്ട്. മെരോളി ഓയിൽ. താങ്ക് യു ഡിയർ. നീ 2 കപ്പ് ചായ എടുത്തിട്ട് വാ. ഇതിനെ മാജിക് ഓയിൽ എന്നും പറയാം. ഒരുപാടൊന്നും ഇല്ലെന്നേ. 3 പ്രാവശ്യം വാസനിച്ചാ മതി. പിന്നെ 1 ഡ്രോപ്പ് എടുത്ത് മസാജ് ചെയ്യണം. ഇതൊന്ന് ചെയ്തു നോക്ക്, എല്ലാം ശരിയാകും. ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകോ? തീർച്ചയായും സംഭവിക്കും. ഇപ്പൊ കണ്ടോ, ഞാൻ ഡെമോ കാണിച്ചു തരാം. നീ ഇരുന്നു കൊണ്ടേ ഉറങ്ങിയില്ലെന്ന് വെച്ചാൽ എന്റെ പേര് ഡോളി ബാഗഡി എന്നുള്ളത് മാറ്റിക്കോ.
എന്തിനാണ് ഇല്ല, ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്കൊന്നും വേണ്ട. നീ ഇരിക്ക്. നിങ്ങളിവിടെ ഇരിക്ക്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മനസ്സമാധാനത്തോടെ ഇരിക്കെ. എന്തിനാ സ്ട്രെസ് എടുക്കുന്നത്? അങ്ങനെ സമാധാനത്തോടെ ഇരിക്കെ. റിലാക്സ് ആവുന്നേ. എന്ത് പറ്റി? ഞാൻ കഴിക്കില്ല. എന്താ ഭക്ഷണം കഴിക്കാത്ത? എനിക്ക് പറ്റില്ല. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. ഭക്ഷണം കഴിക്കൂ. എനിക്ക് കഴിക്കാൻ സൗകര്യമില്ല. കഴിക്കമ്മേ. നിങ്ങൾ ഇന്നലെ രാത്രിയല്ലേ മീൻ കഴിച്ചേ? അതും ഇത്രയും ചെറിയ മീന്. മുത്തശ്ശി, ഞാൻ നിങ്ങളുടെ വയസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞേ. രാവിലെ മുതൽ 3-ാമത്തെ വർഷം പോയിട്ട് വരുന്നേ. ഏയ്, എന്താ പ്രശ്നം? നിനക്ക് എന്താ വേണ്ടേ? ദിവസവും ഞാൻ ബാത്റൂമിൽ പോകുന്നത് നോക്കുന്നതാ ഇവളുടെ ജോലി. എന്താന്ന് വെച്ചാൽ അത് ഞാനല്ലേ ക്ലീൻ ചെയ്യണ്ടേ? മിണ്ടാതിരിക്കെ. നിങ്ങൾ മൊത്തം ബാത്റൂം നാട്ടിച്ചിട്ട് വരും. ദേ, അനാവശ്യം പറയരുത്. ഇതുപോലെ നുണ പറഞ്ഞാലുണ്ടല്ലോ, നീയും ബാത്റൂമിൽ പോയിട്ട് വെള്ളം ഒഴിക്കാതെ വന്ന് വൃത്തികേടാക്കി വെക്കുക. ഞാൻ വല്ലതും ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? അമ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാലോ അല്ലേ? എന്റെ അടുത്തൊന്നും പറയാതെ. ദിവസം ഇത് കേട്ട് കേട്ട് എനിക്ക് മതിയായി. എന്തു പറ്റി ചേച്ചി? വീണ്ടും ബഹളം എല്ലാ ഉണ്ടാക്കിയാണോ? ദിവസവും ഇതേ പ്രശ്നം തന്നെയാ. അകത്തേക്ക് വാ. നമസ്കാരം ആന്റി. ഞാനാണ് ഡോളി. നിങ്ങൾ എന്താ വേണ്ടാന്ന് പറയുന്നേ? കാണിച്ചേ. ഇതാ ഇവിടെ ഉണ്ട്. സത്യം പറ, ഇത് എങ്ങനെ കഴിക്കുന്നത്? നിങ്ങള് കുറച്ച് ലെമൺ കൊണ്ടുവന്നേ. എടുത്തോണ്ട് വാന്നേ. ഇതാ കൊണ്ടുവരാം. കുറച്ച് ചാറ്റ് മസാല കൊണ്ടുവന്നതാ രേണു ചേച്ചി. ഇതെടുത്തോളൂ. ഉപ്പ്. ഇപ്പൊ കഴിച്ചു നോക്ക്. ഇതൊന്ന് കഴിച്ചു നോക്ക് ആന്റി. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. മുൻപത്തെക്കാളും ഭേദമുണ്ട്. നീയും പഠിക്ക്. ആ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരാണ് ഡോളി. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച്. നമസ്കാരം രേണു മാഡം. ഇവരുടെ പ്രോഡക്റ്റ് വളരെ നല്ലതാ. ആ ഡോളി, രേണു ചേച്ചിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടെന്ന് നോക്ക്. രേണു മാഡം, എല്ലാറ്റിനും മുമ്പ് ആന്റിയുടെ ഈ ബൗൾ പ്രശ്നമാണ് തീർക്കേണ്ടത്. ദിവസവും 2 സ്പൂൺ ചെറു ചൂടുവെള്ളത്തില് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തോ. അത്ര മതി. ഇതിനോടകം നിങ്ങൾ എന്തുമാത്രം മെഡിസിൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. 100% നാച്ചുറലാ. നോ കെമിക്കൽ, നോ സൈഡ് എഫക്ട്. വളരെ നല്ലതായിരിക്കും. ഇതാന്നേ. ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. രാത്രി ശരിക്കും ഉറക്കം കിട്ടാറില്ലേ? ഉറക്കമില്ലല്ലേ? നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അത് അറിയാനുണ്ട്. എന്റെ അടുത്തൊരു മാജിക് ഓയിലുണ്ട്. ഇപ്പൊ നിക്ക്. നിരോളി ഓയിൽ വളരെ നല്ലതാ. ഒരു തവണ അത് യൂസ് ചെയ്ത് നോക്ക്. ഇതാ ഇത് തന്നെ. ഹലോ,
ആ പറഞ്ഞോ. നിങ്ങളുടെ പ്രോജക്ട്സ് ഒക്കെ എങ്ങനെ പോകുന്നു? ആ കുഴപ്പമില്ല. നിങ്ങൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ നിനക്ക് സുഖമാണോ? ആ ഇപ്പൊ കുറച്ചു നാളായിട്ട് എനിക്ക് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആ ഡോളി തന്ന പ്രോഡക്റ്റ് ഇല്ലേ, അത് വളരെ നല്ലതാണ്. ആ അങ്ങനെയാണെ ഓക്കെ. എനിവേ നിന്നെ ഞാൻ പിന്നീട് വിളിക്കാം. ഫോണേ എടുക്കുന്നില്ല. നിങ്ങൾ വിഷമിക്കണ്ട, അവൻ തീർച്ചയായിട്ടും ഫോൺ എടുക്കും. എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? പറയുന്നത് കേൾക്ക്. ഒന്നും മനസ്സിലാവില്ല. നിന്റെ ചേട്ടൻ എന്റെ അടുത്തേ ചൂടാവുള്ളൂ. എല്ലാം എന്റെ തെറ്റാണെന്ന് പറയും. ശരി, ഒരു കാര്യം ചെയ്, അവനൊരു മെസ്സേജ് അയക്ക്. മെസ്സേജ് കണ്ട് അവൻ എന്തായാലും കോൾ ചെയ്യും. മെസ്സേജ് കണ്ടിട്ട് അവൻ വിളിക്കുമെന്നാ നീ വിചാരിക്കുന്നേ? ആ സ്പൂൺ എടുക്ക്. വാവ്, അടിപൊളിയായിട്ടുണ്ട്. ടീ ശരിക്കും സൂപ്പറായിട്ടുണ്ട്. ഇത് വളരെ നന്നായിട്ടുണ്ട് ഡോളി. ആ പിന്നെ രേണു ചേച്ചി, നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണെന്ന് ഒന്ന് പറഞ്ഞേ. ചേച്ചി നിങ്ങളും പറയേ. ഡോളി, ഞങ്ങളുടെ ബർത്ത്ഡേ അറിഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ചുമ്മാ പറയുന്നേ. ആ ഡേറ്റ് മാത്രം പറഞ്ഞാ മതി. നിങ്ങളുടെ ജനന തീയതിയും പിന്നെ മാസവും. വർഷമൊന്നും പറഞ്ഞു തരണ്ട. കമ്പനിയിലെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനാ. മാത്രമല്ല എന്റെ സ്പെഷ്യൽ ക്ലയൻസിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ എന്റെ ഡയറിയിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. എന്റേത് 10, അതായത് സെപ്റ്റംബർ 10. പിന്നെ ശ്രീയുടേത് 25 ഡിസംബർ. ആ അത് കൊള്ളാലോ. ഉണ്ണിയേശു ജനിച്ച ദിവസത്തിലാണോ നിങ്ങളും ജനിച്ചത്? എല്ലാ വർഷവും അന്നത്തെ ദിവസം കറക്റ്റായിട്ട് എന്റെ രേണു ചേച്ചി അതിരാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് വേണ്ടി സ്വീറ്റ്സ് ഉണ്ടാക്കി തരാറുണ്ട്. അതൊരിക്കലും മിസ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ലേ, കോളൊന്ന് സംസാരിക്കേ. എന്തു പറ്റി? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക, നീ എന്താ എടുക്കാത്തെ? നീ ഇന്നലെ രാത്രി പോലും വീട്ടിൽ വന്നിട്ടില്ല. ഇന്നെങ്കിലും വരൂ ഇല്ലയോ? ഞാൻ ഇന്നും വീട്ടിലേക്ക് വരുന്നില്ല. എന്ത്? ഇന്നും വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ലാന്ന്. നോക്ക്, നീ നിന്റെ ലിമിറ്റ് ഒരുപാട് ക്രോസ് ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നല്ലേ പറഞ്ഞേ. വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാ എന്നോടത് ചോദിക്കുന്നേ? രേണു ചേച്ചി, നിങ്ങൾ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അസുഖം വരിക. അവൻ വീട്ടിലേക്ക് വരും, വിഷമിക്കണ്ട. എന്റെ ബബ്ലു ഉണ്ടല്ലോ, അവനും ഇതുപോലെ തന്നെയാ ഉള്ളത്. ബബ്ലു എന്റെ മോനാ, വല്ലാത്ത പ്രശ്നക്കാരനാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലിയായി സെറ്റിലായിരിക്കുക. ടെൻഷൻ ആവണ്ട രേണു ചേച്ചി. ശരിക്കുള്ള സമയമായിട്ടുണ്ടെങ്കിൽ എല്ലാം നേരെയാവുന്നേ. ആ ഡോളി, നിങ്ങളുടെ ഹസ്ബൻഡ്, പിന്നെ മകൻ, പിന്നെ മരുമകൻ, ഇവരൊക്കെ എവിടെയാണുള്ളത്? എന്താ ചെയ്യുന്നേ? ഹസ്ബൻഡ് കൽക്കട്ടയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാ ജോലി നോക്കുന്നത്. വലിയ പോസ്റ്റിലാ ഉള്ളത്. ബബ്ലു അവന്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം ബോംബെയിലാ. അവനും ഒരു നല്ല ജോലിയിലാ ഉള്ളത്. മാസാമാസം മറക്കാതെ പണം അയക്കും. മരുമകളും എനിക്ക് നല്ല നല്ല തുണികളൊക്കെ അയക്കും. ഇത് നന്നായിട്ടുണ്ടോ? വാവ്, ഇത് ശരിക്കും വളരെ നല്ല കാര്യാ. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ എന്നാ ഇത്രയും കഷ്ടപ്പെടുന്നേ? ബുദ്ധിമുട്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ? ഞാൻ എന്റെ മനസുഖത്തിന് വേണ്ടിയിട്ടാ ഈ ജോലി ചെയ്യുന്നത്. ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിങ്ങനെ അടഞ്ഞു കിടക്കുന്നത് എങ്ങനെ? എനിക്കൊരിക്കലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്നാ നിങ്ങളുടെ കൈയും കാലും വേദനിക്കില്ലേ? ഛേ, ഒരുപാട് നടന്ന് ജോലി ചെയ്താലേ ശരീരത്തിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടൂ. അങ്ങനെ ശരീരവും നന്നായിരിക്കും, അതുമൂലം മനസ്സും സന്തോഷായിരിക്കും. നിങ്ങൾ പറഞ്ഞ 100% സത്യമാണ്.
എന്നാ ഞാൻ പോട്ടെ. എനിക്കിന്ന് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് പോണം. മാത്രമല്ല ഈ പ്രോഡക്ട്സ് കൊടുക്കാൻ വേറെയും പോണം. കമ്പനിയിൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് എനിക്ക്. ഈ മുഴുവൻ ഏരിയയ്ക്കും ഞാനാണ് നമ്പർ 1 സെയിൽസ് ഗേള്. ഇതെവിടെ പോയി? ഡോളി ബഗഡി. ബൈ. സൂക്ഷിച്ചു പോയിട്ടോ. ടാറ്റാ. എന്നാ പിന്നെ കാണാം. ഹലോ. ഹലോ. പെട്ടെന്ന് ഫോൺ വിളിക്കാൻ എന്താ കാരണം? ഞാൻ ഫോൺ ചെയ്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലില്ല. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? നിങ്ങൾക്ക് സുഖമല്ലേ? നീ അവിടെ ഓക്കെ അല്ലേ? മുൻപത്തിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. ഗുഡ്. ഇവിടുന്ന് എന്തെങ്കിലും ഞാൻ നിനക്ക് മേടിച്ചോണ്ട് വരട്ടെ? ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ദേഷ്യം വരും. നിങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഒരു തവണ എന്തായാലും ഡോക്ടറെ പോയി കാണാൻ പോവാ. ഡോക്ടറെ കാണാൻ നിങ്ങളും എൻ്റെ കൂടെ വരണം. ശരി, ഓക്കെ. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാതെ എവിടെങ്കിലും പുറത്തൊക്കെ ഒന്ന് പോകാൻ നോക്ക്. ഇത്തിരി റിലാക്സേഷൻ കിട്ടും. ഞാൻ എവിടെ പോവാനാ നിങ്ങൾ പറയും? രേണു ചേച്ചി എപ്പം നോക്കിയാലും ബിസിയാണ്. ശ്രീ, നമ്മൾ രണ്ടുപേരും കൂടെ പുറത്തു പോയി ഒത്തിരി നാളായില്ലേ? ശരി, ഓക്കെ. ഞാൻ ഫോൺ വെക്കുക. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ ശ്രീ? നിന്റെ ചേട്ടൻ ഇവിടെ താമസിക്കത്തേ ഇല്ല. അമ്മയുടെ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ തന്നെയാ. എന്തായാലും ഒരു തവണത്തേക്ക് ടുക്കയോട് സംസാരിച്ചു ഇന്ന് നോക്ക്. ചായ മാത്രമല്ല, ചായയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പാചകം ചെയ്തു കൊണ്ടുവന്നതാ. ഇത് നിങ്ങൾക്ക്. ചമ്മന്തിയും എന്തിനാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയധികം കൊണ്ടുവന്നത്? ഇതെല്ലാം നിങ്ങളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു ഡോളി? ഒരു കാര്യം അറിയോ? മുന്നത്തെക്കാളും അമ്മയുടെ അസുഖം ഇപ്പൊ വളരെ കുറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ രേണു ചേച്ചി, ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം ഒന്ന് ശ്രമിച്ചു നോക്കാൻ. ചട്നി കൂട്ടി കഴിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് തൊട്ട് നക്കി കഴിക്ക്. ഇത് ശരിക്കും നന്നായിട്ടുണ്ട്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താ ഡോളി, എന്തിനു വേണ്ടി ഇതൊക്കെ? ഇത് നിങ്ങൾക്കുള്ളതാ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞങ്ങളുടെ കമ്പനിയിലെ രൂപ് കെയർ അവര് ഈ സോണിലെ, അതായത് ഈ സോൺ മുഴുവൻ
അതിലെ ബെസ്റ്റ് സെയിൽസ് ഗൈഡ് അവാർഡ് എനിക്കാ തന്നിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് അങ്ങനെ ബോണസും കിട്ടും. അയ്യോ, ഈ കാര്യങ്ങൾക്ക് ഞങ്ങളാ നിനക്ക് എന്തെങ്കിലും തരേണ്ടേ? അതെ, പറഞ്ഞത് സത്യ. ഇല്ല ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല രേണു ചേച്ചി. നിങ്ങളുടെ രണ്ടാളുടെയും ഈ സ്നേഹം മാത്രം മതി. എനിക്ക് ആ സ്നേഹം മാത്രം മതി. പക്ഷെ ഒരു റിക്വസ്റ്റ്, ആ ഫംഗ്ഷന് നിങ്ങൾ രണ്ടാളും തീർച്ചയായും വരണം. എനിക്ക് വേണ്ടി പ്ലീസ്. പറ്റില്ല എന്ന് മാത്രം പറയല്ലേ. ഇല്ലില്ല, ഉറപ്പായിട്ടും വരും ചേച്ചി. ഞങ്ങൾ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും വരും. നിങ്ങളെ കാണുമ്പോ ജീവിതം ഇനി ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാനാ ഒന്നും ചെയ്യാതിരിക്കുന്നേ. പിന്നെ ശ്രീ എത്ര നന്നായി ഡാൻസ് കളിക്കുന്നറിയോ? പക്ഷെ നീ എന്താ ചെയ്യുന്നേ? എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഇരിക്കുന്നേ. അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? എന്റെ ഈശ്വര, നിങ്ങൾ എന്താ മേഡം ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ എല്ലാം പെട്ടെന്നൊന്നും ആരംഭിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം ഡാൻസ് ചെയ്യണം, അത് ഞാൻ പറഞ്ഞേക്കാം. ഒരു കാര്യം, ഞാൻ അതൊക്കെ എന്നേ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് നിർത്താനും മാത്രം എന്താ പറ്റിയേ? ശരി, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. ഞാൻ പാട്ട് പാടാം, നിങ്ങൾ ഡാൻസ് കളിക്ക്. ശരിയല്ലേ? ഓ, നീ പാട്ടൊക്കെ പാടുവോ ഡോളി? ഇല്ല, ഞാൻ അങ്ങനെയല്ല രേണു ചേച്ചി പറഞ്ഞ്. കല്യാണത്തിന് ശേഷം ഞാൻ ഒരുപാട് ദിവസം ഗ്രാമത്തിലായിരുന്നു. ഗുരുജിയുടെ അടുത്തു നിന്നാ ഞാനത് പഠിച്ചത്. ഞങ്ങളുടെ മണ്ണിന്റെ പാട്ടാ അത്, ഗ്രാമത്തിലെ പാട്ട്. എനിക്ക് വീട്ടിലെ ഓർമ്മകളൊക്കെ വരും. അപരിചിതരൂഢലോകം നിരങ്കലുടെ രംഗരസിയ അപരിചിതരൂഢലോകം നിരങ്കലുടെ രംഗരസിയ മനസ് ഉള്ളിലെ പാടാന മനസ് ഉള്ളിലെ പാടാന മനസ് ഉള്ളിലെ പാടാന സന്തോഷവ അപരിചിതരൂഢലോകം നിരങ്കലുടെ രംഗരസിയ ധനി സഗമ ഗമ ഗമ ഗസ ധനി സഗമ ഗമ ഗമ ഗസ ഗമ പധനി ധനി ധനി ധപ ഗമ പധനി ധനി ധനി ധപ रे मन रे नल समयम रे मन रे नल समयम रंग रसिया है रंग रसिया है रंग रसिया ई लोकम मनसिल मनसिल प्रकंबनम स्नेह कन्नुनी गम रे रे सानि साधनि सागम गम रे रे सानि साधनि सागम गम रे रे सानि साधनि सागम अपरिचितरूढलोकम रङ्गरसिया
अपरिचितरुडलोकमरङ्गरसिया സന്തുഷാത്തേല വികരങ്ങൾ മറയ്ക്കുന്ന അപരിചിതരുടലോകമരംഗരസിയ അപരിചിതരുടലോകമരംഗരസിയ ധനി സഗമാ ഗമ ഗമ ഗസ ധനി സഗമാ ഗമ ഗമ ഗസ ഗമ പദനി ധനി ധനി ധപ ഗമ പദനി ധനി ധനി ധപ रे मन रे नल समयम रे मन रे नल समयम रे मन रे नल समयम Memories consume according to the world. Up in the paradise, I am suffering in my room. I am suffering in my room unless I want to try again. Hey Tukai. I am the one. Tukai, നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? I am the one. Unless I try to get it again. Tukai, ഞാൻ നിന്റെ അമ്മയെ വന്നേക്കുന്നേ. നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? Memory consume according to the world. Up in the paradise. Hey Tukai, നീ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നേ? Tukai, എന്നെ നോക്ക്, നിന്റെ അമ്മയെ വന്നേക്കുന്നേ. നോക്ക് Tukai. I am suffering unless I try to. Tukai, നിനക്ക് എന്താ പറ്റി? I am in my room unless I do. Tukai, ഇവിടെ നോക്കി, നിന്റെ അമ്മ നിൽക്കുന്നേ, എന്തെങ്കിലും പറയാ. I am suffering. Tukai. Memories consume according to the world. Up in paradise, I am suffering. ഇനി എന്നെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയില്ല. ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല രേണു ചേച്ചി, എല്ലാം ശരിയാകും. ഞാൻ ഡോളിയോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. തൊക്കാക്ക് ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം. ചേച്ചിക്ക് കുടിക്കാൻ വെള്ളം തരട്ടെ? ഡോളി വന്നെന്ന് തോന്നുന്നു. ചേച്ചി ഇരിക്കെ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ടുക്കായ്, എന്താ ചെയ്യുന്ന നീ? വീണ്ടും നീ ആരംഭിച്ചോ? എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? നിന്റെ അച്ഛൻ ഇവിടെ ഇല്ലാന്ന് ഞാൻ ഒന്നും ചോദിക്കില്ലാന്ന് വിചാരിച്ചു നീ വീണ്ടും എല്ലാം ആരംഭിച്ചോ? പറയടാ, ടുക്കായ്. നിന്നെ പെറ്റിട്ട് ഒരു ഉപയോഗമില്ലാതെ വളർത്തിയെടുത്തു ഞാൻ. എന്തെങ്കിലും പറയേ. ഇന്ന് നീ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. എനിക്ക് എന്തെങ്കിലും പറയേ. നീ എന്താ അഭിനയിക്കാണോ? എണിക്കടാ. രേണു ചേച്ചി, ഇങ്ങോട്ട് നോക്ക്. രേണു ചേച്ചി, എണീക്ക്. വെള്ളം കൊണ്ടുവാ, വേഗം വെള്ളം കൊണ്ടുവാ. ചേച്ചി ഇങ്ങോട്ട് നോക്ക്, കണ്ണൂർന്ന് നോക്ക് ചേച്ചി. രേണു ചേച്ചി, ഈ കാതിന്റെ ഉള്ളിലൊക്കെ എന്തോ ഉപയോഗിക്കില്ലേ? അതാണ് ഇയർബഡ്സ്. ചേച്ചി, രേണു ചേച്ചി, കണ്ണൂർന്ന് നോക്ക് ചേച്ചി. ചേച്ചി എഴുന്നേക്ക്. ചേച്ചി ഒന്ന് കണ്ണു നോക്ക്. ചേച്ചി എന്നെ നോക്ക്. ഒന്നും പറ്റിയിട്ടില്ല. ഇതാ വെള്ളം കുടിക്കും. റിലാക്സ് ആകും, ഒന്നുമില്ല. ഇവര് വല്ലാതെ ഷോക്കായിരിക്കുക. അത് മാത്രമല്ല, ഹൈ പ്രഷറും ഉണ്ട്. സ്വബോധം തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ പിന്നെ അവസ്ഥ വളരെ മോശമായി പോയേനെ. പക്ഷെ ഇപ്പോൾ പേടിക്കാനൊന്നും തന്നെ ഇല്ല. ഞാൻ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ വെച്ചേക്കാം. വീട് എവിടെയാ? പിന്നെ ഇവരൊന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മതി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഞാൻ വരട്ടെ.
ആ അച്ഛനെ വിളിച്ചിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞേക്ക്. ആന്റി ഇക്കാര്യം അറിയണ്ട കേട്ടോ. ഇനിയും നീ മാറിയില്ലെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോണില്ല. എന്നും നിന്നെ കുറിച്ച് ഓർത്തിട്ടാണ് ഇവരിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ? നിനക്കതിൽ ഒരു ഫീലിങ്സും ഇല്ലല്ലേ? ഇങ്ങനെ പോയി ചേച്ചി അധികം നാൾ ജീവിച്ചിരിക്കില്ല. തക്ക സമയത്ത് ഡോളി വന്നില്ലായിരുന്നെങ്കിൽ ചേച്ചിയുടെ അവസ്ഥ എന്തായി തീരുന്നോർത്ത് എനിക്ക് പേടിയാകുന്നു. താങ്ക് യു. ഇത് നോക്ക്. ഒരു അമ്മയ്ക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അല്പം സ്നേഹം, ഒപ്പം നല്ല സ്വഭാവവും. അതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഇത് നോക്ക്. നീ ഇപ്പോഴും ഞങ്ങൾക്ക് ചെറിയ കുഞ്ഞാ. നിനക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട്. എന്താ ഇത്? ഒരുപാട് ലേറ്റ് ആയല്ലേ? നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? ശരി. അയ്യോ, അമ്മ ഇതുവരെയ്ക്കും ഒന്നും കഴിച്ചാണല്ലോ. നീ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്, വെക്കേഷൻ കഴിയുന്ന ആദ്യത്തെ ദിവസം ഇതുപോലെയാണ് എന്നെ കെട്ടിപ്പിടിച്ച് ഉറച്ച് കരഞ്ഞത്. പോയി നന്നായിട്ട് ഷേവ് ചെയ്യ. വീണ്ടും കാതില ഹെഡ്ഫോൺസ് വെച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കുമല്ലോ അല്ലേ? ഇത്രയും കാലം ഞാൻ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു അമ്മേ. ഇത്രയും നാള് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാതിരുന്നല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കില്ല. സോറി. ഇനി അങ്ങോട്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം അമ്മേ. നീയോ? നീ ഇന്നലെ വരുമെന്ന് പറഞ്ഞോണ്ടിരുന്നേ. എയർപോർട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നാണോ? അതിന് നിനക്കെന്താ പ്രശ്നം? നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതെ? നിനക്ക് ഇത്തിരി പോലും നന്ദിയില്ലേ? അഡ്നബ്, സൂക്ഷിച്ച് സംസാരിക്ക്. ബി ഇൻ യുവർ ലിമിറ്റ്സ്, ഓക്കേ? റിയ, any problem? What is he doing here? What are you doing here? Rohit, just let me handle this. You go inside. റിയ, ഇവൻ എന്തിനാ ഇവിടെ വന്നത്? What is going on, Riya? Please. നമ്മൾ ഒന്നിച്ചാ ഉള്ളതെന്ന് ഇവരോട് പറഞ്ഞിട്ടില്ലേ? And we are planning to settle down. അവൾക്ക് എന്നേക്കാൾ ബെറ്റർ ആയിട്ട് നിന്നെ കിട്ടിയെങ്കിൽ വേറൊരുത്തനും വരാം. എന്താ റിയ, കറക്റ്റ് അല്ലേ? നടക്കട്ടെ. ചേച്ചി, നിങ്ങള് ഇതുവരെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ലേ? ഇത്രയും ഭംഗിയുള്ള സാരികളൊക്കെ ആകെ വേസ്റ്റ് ആയി പോവില്ലേ? സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.
ഞാൻ സാരി ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, ആ പക്ഷെ അതിന് നഷ്ടം വന്നു. എന്റെ ഹസ്ബൻഡ് എപ്പോഴൊക്കെ പുറത്തു പോയി വന്നാലും അപ്പോഴൊക്കെ നല്ല സാരി കണ്ട എനിക്ക് കൊണ്ടുവരും. ഇതിനൊക്കെ വെറുതെ പണം വേസ്റ്റ് ആക്കാൻ പാടുണ്ടോ? എന്റെ മരുമകളും അയച്ചു വെക്കും. നമ്പർ 1 ബ്രാൻഡ് തന്നെ, അതും ബോംബെയിൽ നിന്ന്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് അത് ഉടുത്തോണ്ട് വരാൻ പറ്റുമോ? നിങ്ങളെ പരിചയപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ കെയർ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മകനും മരുമകളും ഉണ്ട്. എല്ലാവരും നിങ്ങളെ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ കാര്യത്തില് ചേച്ചി, നിങ്ങളെന്താ ഈ പറയുന്നത്? കുഞ്ഞുങ്ങളാണോ ജീവിതത്തിലെല്ലാം? നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ജീവിച്ചു തീർക്കേണ്ടത്. ഈ സാരി ബിസിനസ് ഉണ്ടല്ലോ, അത് വീണ്ടും തുടങ്ങ്. ഒരു പ്രാവശ്യം ലോസായെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ ലോസ് ആവുമോ? ഒന്ന് ആരംഭിച്ചു നോക്ക്. മാത്രമല്ല, എന്ത് നല്ല ആർട്ടിസ്റ്റാ നിങ്ങള്, എന്ത് നന്നായിട്ടാ ഡാൻസ് കളിക്കുന്നത്. നിങ്ങളുടെ ഡാൻസ് ക്ലാസ്സും നിങ്ങൾ ഉടനെ തുടങ്ങണം. നിങ്ങൾ നന്നായി ജീവിക്കും, ഞാൻ അടിച്ചു പറയാൻ രൂപ ചേച്ചി, പ്ലീസ്. എനിക്കും അതാ തോന്നുന്നത്. സമയമുണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഡോളി, ഇത് നോക്ക്, ഇത് എന്റെ കല്യാണത്തിന്റെ ആഭരണങ്ങളാ. എന്റെ അമ്മ എനിക്ക് വേണ്ടി തന്നതാ. ഇതിന്റെ ഡിസൈൻ എന്തു ഭംഗിയാ കാണാൻ. ഇതിന് നല്ല വില ഉണ്ടായിരിക്കുമല്ലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞ? ഈശ്വരാ, ഞാൻ ആരാ വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ വരാം. നിങ്ങൾ വന്നോ? നിങ്ങൾ ഇന്ന് വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ഡോർ തുറന്നു വെച്ചേക്ക്, ഡ്രൈവർ ലഗേജ് കൊണ്ടുവരുന്നു. നമസ്കാരം സർ. ഡോളി, പിന്നെ നിങ്ങളെ എന്നാ ഞാൻ പോട്ടെ, നമുക്ക് നാളെ കാണാം. നാളെ വരണേ. ടാറ്റാ. പോയിട്ട് വരാം സർ. നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അതിനു മുമ്പ് കോഫി ഉണ്ടാക്കി തരട്ടെ? തന്നെ മാർക്കറ്റ് പോലെ ആക്കി വെച്ചേക്കുന്നു. ആ പെണ്ണും പിള്ളെ വീട്ടിന്റെ അകത്ത് വരാൻ സമ്മതിച്ച പോലെ ബെഡ്റൂമിന്റെ അകത്ത് വരാൻ സമ്മതിച്ചേക്കുന്നു. ഡോളി ശരിക്കും നല്ലൊരു സ്ത്രീയാണ്. അവര് സെൽഫ് ഡിപ്പെൻഡന്റ് ആണ്, നല്ല മര്യാദയുള്ള സ്ത്രീയാണ്. എനിക്ക് നീ ക്ലാസ് എടുക്കുന്നോ? പറ, നീ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ? പുറം ലോകം കണ്ടിട്ടുണ്ടോ? പറ, നിനക്ക് എന്തെങ്കിലും അറിയാവോ? യൂസ്ലെസ്. വൈ സോ സൈലന്റ്? എന്തെങ്കിലും ഒന്ന് പറ. നല്ല സ്വഭാവം, സെൽഫ് ഡിപ്പെൻഡന്റ്, കോൾഡ്. സാർ, അത് എന്റെ ഫോൺ ഇവിടെ ഉപേക്ഷിച്ചു. ഡോളി, അത് അതൊന്നും സാരമില്ലെന്നേ, ഇത് നോക്ക്, സാരമില്ല, അതൊന്നും സാരമില്ല. പഴയ ഫോണാ, ഞാൻ വേറെ വാങ്ങിക്കോളാന്നേ. എന്തു പറ്റി ചേച്ചി? എന്തിനാ കരയുന്നത്? അയ്യേ ചേച്ചി, രൂപ ചേച്ചി, എന്തിനാ കരയുന്നത്? ഈ ഫോൺ പോയേനാണോ? അത് സാരമില്ലെന്നേ, ഒരു പ്രശ്നമില്ല. ഇങ്ങോട്ട് നോക്ക്, കുഴപ്പമില്ല, ഇങ്ങോട്ട് നോക്കുന്നേ, കുഴപ്പമില്ലെന്നേ. എന്തിനാ വെറുതെ കരയുന്നത്? ഒരു ഫോണല്ലേ, വേറെ വാങ്ങിയാ പോരെ? ബബ്ലുവിനോട് പറഞ്ഞ അവൻ പുതിയ ഫോൺ വാങ്ങിത്തരും.
ചേച്ചി ഞാൻ പോയിട്ട് വരാം. ഈ ഡോറൊന്ന് അടച്ചേക്കൂ. ഞാൻ രാവിലെ തന്നെ വന്ന് നിങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്തോ? ഐ ലീവ് ഇൻ സം ടൈം. ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്കൊരു കപ്പ് ചായ തരുമോ? വാവ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നിന്റെ വീട് വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട്. വെരി ഇംപ്രസീവ്. എന്താ ആലോചിക്കുന്നത് അന്ന? ഞാൻ രോഹിത്തിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലാന്നോ? ഞാൻ അവനോട് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോലെയല്ല മിസ്റ്റർ അർണബ് സെൻഗുപ്ത. Don't you think I deserve a better life? So, ഞാൻ നിനക്ക് അതിനു വേണ്ടി മാത്രമാണ് യൂസ് ആയിട്ടുള്ളത്. അങ്ങനെ തന്നെയല്ലേ? As you said, I'm damn good in bed. You're so cool, Mr. Sengupta. No wonder. He finds me good in bed. ഇപ്പോഴും നിനക്കൊന്നും പറയാനില്ലേ? ലൈഫ് ഫുള്ള് ഇങ്ങനെ സംസാരിക്കാതിരിക്കാനാണോ പരിപാടി? ഹോപ്പ്ലെസ്. നീ ആരാടി എന്റെ ഭാര്യയോട് ചോദ്യം ചോദിക്കാൻ?
യുവർ ഹൗസ്, യുവർ വൈഫ്. എന്റെ കൂടെ ഇരിക്കുമ്പോ നിനക്ക് ആ വിചാരം ഉണ്ടായിരുന്നില്ലല്ലോ. Why can't I have my own family, my own house? Tell me. എന്നെ കൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഇതിന്റെ മേലെ പറ്റില്ല. I can't play this game anymore, please. Shame, shame. നീ വന്നാ നിന്റെ വൈഫിനെ ഇൻസൾട്ട് ചെയ്തതിനെ പറ്റി ചോദിക്കാനാണല്ലേ? സോറി. നീ അങ്ങനെയല്ല പറഞ്ഞേ. No. Calm down, Riya. Hey, please, calm down. വിഷമിക്കാതിരിക്കെ. I'm fair. Calm down. It's really unfair. Arnab, it's really unfair. She's such a good soul. ഞാൻ എന്റെ തീരുമാനം എടുത്തിട്ടുണ്ടേ. പ്ലീസ് ഗോ ബാക്ക് ടു ഹർ. ഞാൻ പ്രോമിസ് ചെയ്യണ്ട, ഞാൻ ഒരിക്കലും നിന്റെ വഴിയിൽ കുറുക്കായിട്ട് വരില്ല. ഐ പ്രോമിസ്. I only want a good life. Please. Please. റിയ, ഒന്നുമില്ല, വിഷമിക്കാതിരിക്കെ. പോ. നോക്ക് റിയ. നീ രോഹിതിന്റെ കൂടെ ജീവിച്ചോ? സ്റ്റേ വിത്ത് രോഹിത്. പ്ലീസ് കരയാതെ. You leave. Please leave me. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ നിന്നോട് വളരെ വലിയ ദ്രോഹമാണ് ചെയ്തത്. ഞാൻ ഇനി തൊട്ട് നിന്റെ കൂടെ ജീവിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ ഇവിടുന്ന് എവിടെങ്കിലും പോയിക്കോളാം. I'm not at all a good person. I'm not good one for anyone. നമ്മൾ തമ്മിൽ പിരിയുന്നതാണ് നിനക്ക് നല്ലത്. ഞാനൊന്നും ഭ്രാന്തിയല്ല കേട്ടോ. എനിക്കും വേദനകളൊക്കെ ഉണ്ട്, എനിക്കും സങ്കടമൊക്കെ ഉണ്ട്. എനിക്കിതൊന്നും തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം, ഞാനിതൊക്കെ പറയാൻ ട്രൈ ചെയ്തതാ. പക്ഷെ ഇതൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. എനിക്കിതൊന്നും നിങ്ങളോട് പറയാൻ പറ്റിയില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കി. നമുക്ക് രണ്ടുപേർക്കും ഡോക്ടർ ഷിന്നിനെ പോയി കണ്ടിട്ട് വരാം. Nizare gamagade ni ni sa, nizare gamagade ni ni sa, gamabada ni da pa ma ma pa, gamabada ni da pa ma ma pa, nizare gamagade ni ni sa, ure pa. Cha
ജീവിതം മുന്നാനു ഗുൽദസ്ത ജീവിതം ലക്ഷങ്ങൾ ഗുൽദസ്ത ജീവിതം ലക്ഷങ്ങൾ ഗുൽദസ്ത ജീവന്റെ പൂത്തോട്ടം ഗുൽദസ്ത നീ നീസാ നിസരിഗ മഗരേ നീ നീസാ നീ നീസാ നിസരിഗ മഗരേ നീ നീസാ ഗമ പദനി ദപ മാ മാ പ ഗമ പദനി ദപ മാ മാ പ നിസരിഗ മഗരേ നീ നീസാ ആരോ അയച്ചാ അജനദാകതാ പുതിയ കവരേ ഗുൽദസ്ത ജീവിതം മുന്നാനു ഗുൽദസ്ത ഗുൽദസ്ത ജീവിതം മുന്നാനു ഗുൽദസ്ത ജീവിതം ലക്ഷങ്ങൾ ഗുൽദസ്ത ജീവിതം ലക്ഷങ്ങൾ ഗുൽദസ്ത ജീവന്റെ പൂത്തോട്ടം ഗുൽദസ്ത നീ നീസാ നിസരിഗ മഗരേ നീ നീസാ നീ നീസാ നിസരിഗ മഗരേ നീ നീസാ ഒരു മാസം കഴിയാൻ പോവാ. ഡോളിയെ പറ്റി ഒരു വിവരം ഇല്ലല്ലോ. എന്ത് പറ്റിയതായിരിക്കും? ഒന്നും സംഭവിച്ചു കാണില്ലല്ലോ അല്ലേ? എനിക്കും അതോർത്തിട്ടാണ് ടെൻഷൻ. അവരുടെ ഫോണും പൊട്ടിപ്പോയി. ഉം. മീനയും അവരെ കണ്ടിട്ട് കുറേ നാളെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുത്തൂടെ? അവര് ദിവസവും ആ റോഡിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഡോളിയും അതുവഴിയായിരിക്കും പോയിട്ടുണ്ടാവുക. എൻ്റെ പൗഡറും തീർന്നുപോയി. ഡോളി തിരിച്ചു വന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. എനിക്ക് ആ ക്രീം ബിസ്ക്കറ്റ് തന്നേ. എവിടെയാണെങ്കിലും ഡോളി സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കണം. ശരിക്കും വളരെ വളരെ നല്ല ആളല്ലേ? കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല അടുപ്പമായി. അവരൊരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ ചേച്ചി? ശ്രീ ശ്രീ വാ പോവാം. വാ, നീ റെഡിയായില്ലേ? വാ പോവാം. ഒന്ന് വെയിറ്റ് ചെയ്. എന്റെ നെക്ലസ് കാണാനില്ല. നെക്ലസോ? ഏത് നെക്ലസ്? അതും കല്യാണത്തിന്റെ നെക്ലസ്. നിനക്ക് നല്ല ഓർമ്മയുണ്ടോ? നീ ഇവിടെയാണോ വെച്ചത്? ഇല്ലില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അലമാരയിലാ വെച്ചത്. മറന്ന് ലോക്കറിലങ്ങനെ വെച്ചിട്ടുണ്ടോ? ഇല്ലെന്നേ. അന്ന് ഞാൻ ഡോളി അതെടുത്ത് കാണിച്ചു. പിന്നെ ഞാൻ അലമാരയിൽ എടുത്തു വെച്ചിരുന്നു. ഡോളിയോ? അതായത് ഞാൻ ടൂർ കഴിഞ്ഞ് റിട്ടേൺ വന്നില്ല അന്നാണോ? അന്ന് നീയല്ലേ കഥ തുറക്കാൻ വന്നത്, റൈറ്റ്? അപ്പോൾ ഡോളി റൂമിൽ തനിച്ചല്ലേ ഉണ്ടായിരുന്നത്? ഇല്ലില്ല. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവര് അങ്ങനെയൊന്നും ചെയ്യില്ല. അന്നത്തെ ദിവസം അവരുടെ ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഫോൺ അന്വേഷിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്കാണ് വന്നത്. എന്ത്? ഫോൺ കാണുന്നില്ലെന്നാണോ പറഞ്ഞത്? ഞാൻ 100% ഷുവറായിട്ട് പറയാം, ഇത് ഡോളിയുടെ പണിയാണ്. നിന്റെ കണ്ണിൽ പൊടിയിട്ടാണ് അവൾ ഇത് ചെയ്തേക്കുന്നത്.
ഫോണ് അത് ഇതെന്ന് പറഞ്ഞത് നിന്റെ ശ്രദ്ധ തിരിക്കാനാണ്. എനിവേ അത് പോട്ടെ, അതേപ്പറ്റി ചിന്തിക്കണ്ട. എനിക്ക് എന്തോ സുഖമില്ലെന്നാ തോന്നുന്നത്. നിങ്ങൾ പോയിട്ടോ. ശ്രീ, ഇറ്റ്സ് ഓക്കെ. ജസ്റ്റ് യു റിലാക്സ്. നടന്നതെല്ലാം മറന്നേക്ക്. ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കരുതെന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നം നിനക്ക് തന്നെയാ. നീ അത് മനസ്സിലാക്ക്. വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാനിത് വിശ്വസിക്കില്ല. നിനക്കെന്തോ തെറ്റിദ്ധാരണ പറ്റിയത് ശ്രീ. ഡോളി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ല. എനിക്കും അത് തന്നെ തോന്നുന്ന ചേച്ചി. തീർച്ചയായും ഡോളി ഇങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അന്നത്തെ ദിവസം അവർക്ക് ആ നെക്ലസ് കാണിച്ചു കൊടുത്തു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ദൈവമേ, എന്താ ഇത്? എന്റെ തലച്ചോറെ വർക്ക് ചെയ്യുന്നില്ല. ഡോറ് ബെല്ലടിച്ചതുകൊണ്ട് ഞാൻ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് നെക്ലസ് അവരുടെ കയ്യിലായിരുന്നു. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതെന്താന്ന് വെച്ചാ, ഡോളി ചേച്ചി ഞാനാ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. അതുകൊണ്ട് നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതാണ് നല്ലത്. എന്തെന്നാൽ അത് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള നെക്ലസാ. ഇല്ല, വേണ്ട. പോലീസിലൊക്കെ കംപ്ലൈന്റ് ചെയ്താ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. വിട്ടേക്ക്. ഡോളി, ഒന്നിങ്ങോട്ട് നോക്കിയേ. രാത്രി ശരിക്കും ഉറങ്ങാറില്ലേ? എന്താ ഉറക്കമില്ലേ? എന്റെ അടുത്തൊരു മാജിക് ഓയിലുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. എന്റെ കമ്പനിയിൽ എനിക്ക് ഭയങ്കര ഡിമാൻഡാ. ഈ ഏരിയയിൽ തന്നെ ഞാനാണ് നമ്പർ 1 സെയിൽസ് ഗേൾ, ഡോളി ബർഗ്ഡി. അന്ന് ഞാൻ അവർക്ക് ആ നെക്ലസ് കാണിച്ചു കൊടുത്തു. അതാണ് എന്റെ മനസ്സിൽ കൺഫ്യൂഷൻ. ദൈവമേ, എന്താ ഇത്? ഡോളി ഇത് ചെയ്യാൻ ഒരിക്കലും സാധ്യതയില്ല. എന്ത് ഭംഗിയായി ഡിസൈൻ കാണാൻ. തീർച്ചയായും ഇത് വളരെ വിലയുണ്ടായിരിക്കുമല്ലോ, ശരിയല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നം നിനക്ക് തന്നെയാ. നീ മനസ്സിലാക്ക്. ജീവിതത്തിൽ എന്താ കുഞ്ഞുങ്ങളാണോ എല്ലാം? നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് സന്തോഷത്തോടെ ജീവിക്കേണ്ടത്. അതെ ചേട്ടാ, 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 ദേ നോക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഡോളി ഇങ്ങനെ ചെയ്യില്ലെന്ന്. ഡോളി ഈ നെക്ലസ് എടുത്തിട്ടില്ല.
ഒന്ന് നിന്നെ, നിങ്ങൾക്ക് ആരെയാ കാണണ്ടേ? ഇവിടെ ഈ ഡോളി ബാഗ്ഡിയുടെ വീട് എവിടെയാ? ഡോളി ആന്റിയാണോ? ദേ അവിടെ ഇരിക്കുന്നുണ്ടാവും, അവിടെ ചെന്ന് നോക്കിയാ മതി. നിങ്ങള് കമ്പനിന്നാണോ വന്നിരിക്കുന്നേ? അവർക്ക് മലേറിയയാണ്, അതുപോലെ അവർക്ക് വീട്ടുകാര്യം നോക്കണം. ശ്രീ വാ ഇവിടെ അങ്കിളിന്റെ ഇരിക്ക്. കാര്യം നോക്കണം. വാ, പിന്നെ എങ്ങനെ ഭേദമാകും? ഇരിക്ക്. അവരുടെ മകനും മരുമകളും ആണെങ്കിൽ ദിവസവും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവരാണ് അവരെ സമാധാനിപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ട് ഞങ്ങൾ മടുത്തിരിക്കുക. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ആന്റിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത്. അവര് വളരെ നല്ലവരാ, പഞ്ചപാവം. ബബ്ലു എന്റെ മോനാ, വല്ലാത്ത പ്രശ്നക്കാരനാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലിയായി സെറ്റിലായിരിക്കുക. ബബ്ലു അവന്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം ബോംബെയിലാ. അവനും ഒരു നല്ല ജോലിയിലാ ഉള്ളത്. മാസാമാസം മറക്കാതെ പണം അയക്കും. മരുമകളും എനിക്ക് നല്ല നല്ല തുണികളൊക്കെ അയക്കും. ഇത് നന്നായിട്ടുണ്ടോ? ഹസ്ബൻഡ് കൽക്കട്ടയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാ ജോലി നോക്കുന്നത്. വലിയ പോസ്റ്റിലാ ഉള്ളത്. ഇടയ്ക്കൊക്കെ മൗണ്ടെയിൻസ് പിന്നെ ബീച്ചിലേക്കൊക്കെ ഞങ്ങൾ പോകും. അദ്ദേഹത്തിന് എന്നോട് എന്ത് ഇഷ്ടാണെന്നറിയോ? അങ്ങനെയുള്ളപ്പോ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നേ? ബുദ്ധിമുട്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ? ഞാൻ എന്റെ മനസുഖത്തിന് വേണ്ടിയിട്ടാ ഈ ജോലി ചെയ്യുന്നത്. ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിങ്ങനെ അടഞ്ഞു കിടക്കുന്നത് എങ്ങനെ? എനിക്കൊരിക്കലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്നാ നിങ്ങളുടെ കൈയും കാലും വേദനിക്കില്ലേ? ഛേ, ഒരുപാട് നടന്ന് ജോലി ചെയ്താലേ ശരീരത്തിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടൂ. അങ്ങനെ ശരീരവും നന്നായിരിക്കും, അതുമൂലം മനസ്സും സന്തോഷായിരിക്കും. എന്റെ ഹസ്ബൻഡ് എപ്പോഴൊക്കെ പുറത്തു പോയി വന്നാലും അപ്പോഴൊക്കെ നല്ല സാരി കണ്ട എനിക്ക് കൊണ്ടുവരും. ഇതിനൊക്കെ വെറുതെ പണം വേസ്റ്റ് ആക്കാൻ പാടുണ്ടോ? എന്റെ മരുമകളും അയച്ചു വെക്കും. നമ്പർ 1 ബ്രാൻഡ് തന്നെ, അതും ബോംബെയിൽ നിന്ന്. എന്റെ അടുത്ത് എന്തുമാത്രം സാരി കളക്ഷൻ ആണെന്നറിയോ? നിങ്ങൾക്ക് അതൊക്കെ ഒരു ദിവസം ഞാൻ കാട്ടിത്തരാം. ടെൻഷൻ ആവണ്ട രേണു ചേച്ചി, ശരിക്കുള്ള സമയം എങ്ങിയെത്തിയാൽ എല്ലാം നേരെയാവൂന്നേ. അപരിചിതരൂഢാലോകം നിരങ്കലുടെ രംഗരസിയ അപരിചിതരൂഢാലോകം നിരങ്കലുടെ രംഗരസിയ. സത്യമായിട്ടും ചേച്ചി, ഒരു വർഷം പോലും ചേച്ചി ഇത് മിസ് ചെയ്തതേയില്ല. എൻ്റെ ഫേവറേറ്റ്, മോസ്റ്റ് ഫേവറേറ്റ് ചേച്ചി ഉണ്ടാക്കി തരുന്ന ഈ സ്വീറ്റാണ്. ഹാപ്പി ബർത്ത്ഡേ ശ്രീ. നല്ല ആരോഗ്യത്തോടെ നീ എപ്പോഴും നന്നായിട്ടിരിക്കണം. ഇതാ. ഇന്ന് ഈ സ്വീറ്റ് ശരിക്കും നന്നായിട്ടുണ്ട്. നോക്ക്,
നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി നീ ഒരുപാട് കഴിക്കാൻ പാടില്ല. ഓക്കെ, നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പൊ എപ്പോഴും കഴിക്കണം. ബോബി, ആരോ നിൽക്കുന്നത് കണ്ടോ? ഡോളി ചേച്ചി. ഗുഡ് മോർണിംഗ് ഡിയർ. നിങ്ങൾ ഇരുന്ന് സംസാരിക്കാൻ, ഞാൻ ടീ കൊണ്ടുവരാം. നല്ല കാര്യമാണല്ലോ. രേണു ചേച്ചി ഇവിടെയുണ്ട്, എല്ലാവരും ഇവിടെയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ശ്രീരൂപ ചേച്ചി. വാങ്ങിക്കുന്നേ. താങ്ക് യു. ഇത് നോക്ക്, നിങ്ങളുടെ സ്പെഷ്യൽ ഡേക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തു പറ്റി? ഒന്നുമില്ല, ഇവിടെ ഇരിക്കേ. എന്റെ ബർത്ത്ഡേ ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഓർമ്മ വന്നു? വിളിക്കണേ. ഡോളിയുടെ മെമ്മറി വളരെ ഷാർപ്പാണ്. രേണു ചേച്ചിയുടെ ബർത്ത്ഡേ സെപ്റ്റംബർ 10 ശരിയല്ലേ? പക്ഷേ നമ്മളെ അന്ന് അവസാനം കണ്ട ദിവസം എന്താ പറ്റിയെന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെട്ട് എന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഉണ്ടല്ലോ, എന്റെ വീട്ടില് ബബ്ലുവും പുഷ്പയും പെട്ടെന്ന് അങ്ങ് വന്ന് നിൽക്കുന്നു. അതേനെ, പുഷ്പ എന്റെ മരുമോളാ. എന്താന്ന് ചോദിച്ചപ്പോ സർപ്രൈസ് വിസിറ്റ് ആണത്രേ. എന്നെ എന്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ചിട്ട് ബോംബെയിലേക്ക് വിളിച്ചോണ്ട് പോയി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ എത്ര പറഞ്ഞിട്ട് എന്നെ ഉപേക്ഷിച്ചില്ല. എന്റെ ഹസ്ബൻഡിനും ഓഫീസില് ലീവ് ചോദിച്ചു, അല്ലാതെ എന്ത് ചെയ്യാനാ? അവര് രണ്ടുപേരും എന്നെ നന്നായി നോക്കിയെന്നേ. അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്തുമാത്രം കെയർ എടുത്ത് എന്നെ നോക്കിയെന്നറിയോ? എന്നിട്ടും എന്റെ ഹസ്ബൻഡ് പാവം കാൽക്കട്ടയ്ക്ക് തന്നെ തിരിച്ചുപോയി. അതുമാത്രമല്ല, എന്റെ അടുത്ത് ഫോണും ഇല്ല. അതാ നിങ്ങളോട് പറയാൻ പറ്റാത്ത. ഇത്രയും പ്രശ്നം ഉണ്ടായി അറിയോ? പിന്നെ രൂപ ചേച്ചി, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ശരിയായോ? രേണു ചേച്ചി, നിങ്ങളുടെ വീട്ടിലെ ആന്റിയും തുക്കുവും എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്തെന്നേ. ബോംബെന്ന് ഗിഫ്റ്റ് വാങ്ങിട്ട് വരണമെന്നൊക്കെ വിചാരിച്ചു. അടുത്ത പ്രാവശ്യം ബോംബെ എന്തായാലും വാങ്ങിക്കൊണ്ടുവരും. നമ്പർ 1 ഡ്രസ്സൊക്കെ അവിടെ കിട്ടും. എത്ര കടയാന്നറിയോ അവിടെ? നമസ്കാരം സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോളി. കുറെ നാളായാലും നിങ്ങളെ കണ്ടിട്ട്. എന്തിനാ നിൽക്കുന്നത്? ഇരിക്കെ. ചേട്ടാ, ഡോളി എനിക്ക് വേണ്ടി ഒരു ബൊക്ക വാങ്ങിച്ചിട്ട് വന്നു. കുറേ നാൾ കൂടിയിട്ട് ഇന്നാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. എന്തുണ്ട്, സുഖാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടെന്നേ. റൂപ് കെയർ, ഞങ്ങളുടെ കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓർഗാനിക് പ്രോട്ടീൻ പൗഡർ. ഇത് ഞാനൊന്നും ഫോഴ്സ് ചെയ്ത് തരുമല്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കെന്നേ. രാവിലെ 2 സ്പൂൺ, രാത്രി 2 സ്പൂൺ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കൂ. രൂപയോട് പറഞ്ഞാൽ രൂപ ചൂടുവെള്ളം വെച്ച് തന്നോളും. ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം കുടിക്കൂ. രാത്രിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വയസ്സായില്ലേ? നിങ്ങളുടെ ശരീരം നിങ്ങൾ തന്നെയാ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ഡിയർ.